തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. വീടിന് മുകളിൽ വീണ പുളിമരം മുറിച്ചു മാറ്റാൻ കഴിയാതെ രണ്ട് വൃദ്ധ സഹോദരികൾ. ചേലക്കോട് ചോലയിൽ വീട്ടിൽ താമസിക്കുന്ന തങ്കമ്മയും അംഗവൈകല്യം സംഭവിച്ച 80 വയസ്സ് പ്രായമുള്ള മൂത്ത സഹോദരിയും താമസിക്കുന്ന വീടിന് മുകളിൽ ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും വേലിക്കരികിലുള്ള പുളിമരം കടപൊഴുകി പുരപ്പുറത്ത് വീണ വീട് ഭാഗികമായി തകർന്നു. മരം മുറിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്തപ്പോൾ അയൽവാസികൾ മരം വേലിക്കരികിൽ അവരുടെ ഭാഗത്താണെന്നും ആ മരം അവരുടേതാണെന്നുമുള്ള അവകാശവാദവുമായി എത്തി. ഇത് ഇന്നലെ ഉച്ചയുടെ മുന്നേ 12 മണിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പം മുതൽ ഈ സമയം വരെ ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുറിച്ചു മാറ്റാനും ഒന്നിനും പറ്റണില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഒരാൾ വന്നു, കച്ചവടക്കാരെ വന്നു, അവര് വന്ന് മുറിക്കാന്ന് പറഞ്ഞ് കയറി വന്നു നോക്കി. അപ്പൊ അതിലൊരു വഴക്ക് അവരുടെയാണെന്ന് പറയുന്നു, മറ്റവരുടെ താമസക്കാരുടെ. അപ്പൊ ഞങ്ങള് പറഞ്ഞു അത് ഞങ്ങളാണ്, ആ അതിരും ഈ പുളി എല്ലാം ഞങ്ങളുടെ തന്നെ ആയിട്ട് ഞങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ അപ്പൂപ്പൻ പറഞ്ഞു, തങ്കമ്മേ അത് എന്റെ മരാണ്, മുറിച്ചു മാറ്റുമ്പോ പകുതി പൈസ എനിക്ക് തരണം, പകുതി പൈസയെ നിനക്ക് തരുള്ളൂ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞങ്ങൾ മുറിച്ചു മാറ്റാൻ പോയിട്ടില്ല. അപ്പൊ അതെന്താണ് വേണ്ടത്? മുറിച്ചു മാറ്റുമ്പോ ആ പുളി മൊത്തം അവരുടെ ആണെങ്കിൽ ഇന്ന് അവരെടുത്തോട്ടെ, ഞങ്ങൾക്കിത് മാറ്റിയിട്ട് ഞങ്ങളുടെ വീട് ശരിയാക്കി തന്നാൽ മതി. എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നാറെന്താണ്, പണിക്ക് പോകാൻ പറ്റില്ല. വേറൊരു വരുമാനമില്ല, ഒരാൾ കൊണ്ടുവന്ന് തരാനില്ല, ഒന്നും കൊണ്ടുവന്ന് തരില്ല. ഈ വേതനം കിട്ടി അതും കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നായിരുന്നു. എന്നാൽ മരം അവരുടേതാണെങ്കിൽ മരം വീണ് വീട് തകർന്ന അവസ്ഥയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കുവാൻ അവർ തയ്യാറുമല്ല. മരം മുറിച്ചു മാറ്റുന്ന പക്ഷം മരത്തിന്റെ വില പകുതി അയൽവാസികൾക്ക് കൊടുക്കണമെന്ന തർക്കവുമായി. ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മരം മാറ്റുവാൻ കഴിയാതെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ രണ്ട് വൃദ്ധ സഹോദരികൾ സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പറും വില്ലേജ് ഓഫീസറും മറ്റും സ്ഥലം സന്ദർശിച്ചുവെങ്കിലും തർക്കത്തിന് പരിഹാരമുണ്ടാക്കുവാനും മരം മുറിച്ചു മാറ്റുവാനുള്ള സൗകര്യങ്ങൾ ചെയ്യുവാനും കഴിഞ്ഞിട്ടില്ല. CCV ന്യൂസ്, ചേലക്കര.